നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. എല്ലാവർക്കും ആദ്യമായിട്ട് ഒരു ശുഭദിനം നേരുന്നു. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് മറ്റുള്ള ഗ്ലോബൽ മാർക്കറ്റ് നെഗറ്റീവായിട്ട് ട്രേഡ് അവസാനിപ്പിച്ചപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ നല്ല ശക്തമായ രീതിയിൽ ബാങ്കിങ് കമ്പനികളുടെ HDFC ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കിങ് കമ്പനീസിൻ്റെ ശക്തമായിട്ടുള്ള ഒരു റാലി കാരണം ഒരു 100 പോയിന്റിന് മുകളിൽ ക്ലോസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റി. വേറൊരു പ്രധാന ഈ റാലിക്ക് കാരണം FIS ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം 3000 കോടി രൂപക്ക് ബൈ ചെയ്തു എന്നുള്ളത് കൂടിയാണ്. NVIDIAക്ക് ചൈനക്ക് ഒരു ചിപ്പ് സെല്ല് ചെയ്യുന്നതിന് ഒരു റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഇന്നലെ US ഫ്യൂച്ചർ അതിരാവിലെ മുതൽ നെഗറ്റീവായിരുന്നു. ഇന്നലെ US മാർക്കറ്റ് ട്രേഡ് ക്ലോസ് ചെയ്തതും നെഗറ്റീവിലായിരുന്നു. യുഎസും നാസ്ഡാക്കും ഡോയും നാസ്ഡാക്കും റെഡിൽ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ റിക്കവറി മോഡലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് സ്ലൈറ്റ്ലി നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിൽ നിന്ന് പോസിറ്റീവിലേക്ക് മാറുന്നുണ്ട്. ഇനി പ്രധാനമായിട്ടും നമുക്ക് റിസൾട്ട് കാലഘട്ടമാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച്. HDFC, AMC, HDFC ലൈഫ്, ടാറ്റ, LXC തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ട് ഇന്നുണ്ട്. റിസൾട്ട് കാലഘട്ടമാണ്. നമുക്കറിയാം HDFCയുടെയും എല്ലാം തന്നെ റിസൾട്ട് ഈ വീക്കെൻഡാണ് വരുന്നത്. വലിയ കമ്പനീസിൻ്റെ എല്ലാം തന്നെ റിസൾട്ട് വരുമ്പോൾ നല്ല റിസൾട്ടാണെങ്കിൽ വലിയ ഹ്യൂജ് ഗ്യാപ്പ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അത് തിങ്കളാഴ്ച വലിയ ഗ്യാപ്പ് അപ്പോ അല്ലെങ്കിൽ നെഗറ്റീവ് റിസൾട്ട് ആണെങ്കിൽ ഗ്യാപ്പ് ഡൗണുകളെല്ലാം തന്നെ കാണേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഓവർനൈറ്റ് പൊസിഷൻ ഹോൾഡ് ചെയ്യുമ്പോൾ 2 വട്ടം ആലോചിക്കുക. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ നാസ്ഡാക്ക് ഡോ കാണാൻ ഏറ്റവും താഴെ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും ഫ്ലാറ്റ് ആയിരുന്നു. ഇന്ത്യ അതിന് മുകളിലുള്ള ഇനി ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡൊക്കെ ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് വീണ്ടും ഉയർന്ന് $12 ഉയർന്ന് $3355 പെർ ഔൺസിനായിട്ടുണ്ട്. ഏഷ്യൻ മാർക്കറ്റ് കാണാൻ സാധിക്കും. ചൈന, കൊറിയ, ജപ്പാൻ എല്ലാം തന്നെ പോസിറ്റീവാണ്. ഡോ ഫ്യൂച്ചറും പോസിറ്റീവാണ്. റിക്കവറി ചെയ്തു US മാർക്കറ്റ് 600 പോയിന്റിൽ 100 പോയിന്റ് റിക്കവറി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല, വാർത്തകളിലേക്ക് നമുക്ക് പോകുമ്പോൾ പെട്രോനെറ്റായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉള്ളത്. പെട്രോനെറ്റ് ഇവരുടെ സൂരവ് മിത്ര പുതിയ ഡയറക്ടർ അപ്പോയിന്റ് ചെയ്തു എന്നുള്ള ന്യൂസ്. അൾട്രാടെക് സിമെന്റിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്. ഇവർ ആംപിൻ CNI പവർ എന്ന് പറഞ്ഞൊരു കമ്പനീനെ അക്യൂർ ചെയ്തു. ഇത് റിന്യൂവബിൾ എനർജി ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ റിന്യൂവബിൾ എനർജി ബിസിനസ്സിലേക്ക് അൾട്രാടെക് സിമെന്റും കടന്നു വന്നു എന്നുള്ള വാർത്തയാണുള്ളത്. BHEL കമ്പനി ഇവർ ബാബ ആറ്റോമിക് റിസർച്ച് സെൻ്ററായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തതായിട്ടുള്ള ഒരു വാർത്തയുണ്ട്. GTPL ഹാത്വേ കമ്പനി ഇവർ കേബിൾ TV പ്രൊവൈഡേഴ്സാണ്. നെറ്റ് പ്രോഫിറ്റ് 19% ഒരു ഡിക്ലൈനാണ് ഉണ്ടായിട്ടുള്ളത്. ഏഞ്ചൽ വൺ നെറ്റ് പ്രോഫിറ്റ് Q4 റിസൾട്ട് നെറ്റ് പ്രോഫിറ്റ് 48% ഡിക്ലൈൻ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. 340 കോടി രൂപയിൽ നിന്ന് 174 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. വേറെ റിന്യൂവബിൾ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 83% ഉയർന്നു. 54 കോടി രൂപയിൽ നിന്ന് 93 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തിയിട്ടുണ്ട്. VTM കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ടാറ്റ സ്റ്റീൽ നെതർലാൻഡ് ഒമാനായിട്ട് ഒരു പുതിയ ട്രാൻസ്പോർട്ടേഷൻ ഈ ഒരു ലോഡിലുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. ടാൻല പ്ലാറ്റ്ഫോം അവർ ടെൽക്കോസ് എന്ന് പറയുന്ന കമ്പനിയായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസ്. നേരെ സൂചിപ്പിച്ച പോലെ തന്നെ കമ്പനീസിൻ്റെ റിസൾട്ട് വീക്കെൻഡുണ്ട്. അതിൻ്റെ റിയാക്ഷൻ മൺഡേ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നോക്കി ഹോൾഡ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ 3 വട്ടം ആലോചിക്കുക. താങ്ക് യു.